welcome to CC Ignite. പുതിയ കരിയർ തുടങ്ങാൻ ഒരു ആപ്പ് മതി അല്ലേ? നമ്മുടെ CC ലേണിംഗ് ആപ്പില് 3 കോഴ്സുകൾ, മോണ്ടിസോറി TTC, യോഗ TTC, AI ഫോർ ടീച്ചേഴ്സ് അല്ലേ? അപ്പോൾ നിങ്ങളൊരു പുതിയ കരിയർ തുടങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതിയ കരിയർ ഇനി സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്നൊരു ജോലി ലഭിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ മോണ്ടിസോറി TTC, യോഗ TTC ഒക്കെ ബെസ്റ്റ് ആയിട്ടുള്ള കോഴ്സുകളാണ്. വളരെ പെട്ടെന്ന് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നമുക്ക് ഒരു അധ്യാപികയാകാനോ അധ്യാപകനാകാനോ സാധിക്കുകയാണ്. ഇവിടെ യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. അതുകൂടാതെ AI ഫോർ ടീച്ചേഴ്സ് അല്ലെ? എന്തിനാണ് അധ്യാപകര് AI എന്ന് പറയുന്ന ടൂളിനെ കുറിച്ച് അറിയേണ്ടത് അല്ലെ? എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. ഇന്നത്തെ ഈ ഒരു കാലത്ത് AI എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് ടീച്ചേഴ്സിന്റെ കാര്യം പറയുമ്പോൾ. അപ്പൊ നമുക്കിന്ന് അധ്യാപനത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് AI കടന്നു വരുന്നതിന്റെ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ അത് ടീച്ചേഴ്സ് പഠിച്ചിരിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് നോക്കാം. ഇന്നത്തെ ഡിജിറ്റൽ കാലഘട്ടത്തിൽ അധ്യാപകരുടെ ഏറ്റവും മികച്ച സഹായിയായി AI മാറിയിരിക്കുന്നു. അധ്യാപന രീതികളെ ലളിതവും ഫലപ്രദവുമാക്കാൻ AI എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ? കുട്ടികളെ വളരെ ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കണം. എപ്പോഴും പഴയ കാര്യങ്ങൾ വെച്ച് തന്നെ പഠിപ്പിക്കാതെ പുതിയ പുതിയ കാര്യങ്ങളെ കുട്ടികളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഒരു ടീച്ചർ ചെയ്യേണ്ടത്. മുന്നേ ആരെങ്കിലും ചെയ്ത് വെച്ചിരുന്നത് എടുത്ത് നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിക്കുമ്പോൾ കുട്ടികൾക്ക് തന്നെ ഒരു മടുപ്പ് തോന്നും, പഠിക്കാനുള്ള താല്പര്യവും കുറയും. അപ്പോൾ നമുക്ക് AI യൂസ് ചെയ്തുകൊണ്ട് ഏറ്റവും ഈസി ആയിട്ടും എന്നാൽ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടും കുട്ടികളെ ആകർഷകമായ ഒരു രീതിയിൽ പഠിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. പാഠ്യപദ്ധതിയും ലെസൺ പ്ലാനുകളും അല്ലെ? ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ലെസൺ പ്ലാനുകൾ തയ്യാറാക്കേണ്ടവരാണ്. ഒരു ലെസൺ പ്ലാൻ തയ്യാറാക്കാൻ എന്തോരു സമയമാണ് നമ്മൾ എടുക്കുന്നത് അല്ലെ? നമ്മൾക്ക് ആ ലെസൺ പ്ലാൻ തയ്യാറാക്കുന്ന സമയം ഉണ്ടെങ്കിൽ ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഈ ലെസൺ പ്ലാൻ ഉണ്ടാക്കാൻ AI നമ്മളെ സഹായിക്കുന്നുണ്ട്. നിമിഷങ്ങൾക്കുള്ളിൽ പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കി വിശദമായ ലെസൺ പ്ലാനുകൾ തയ്യാറാക്കാൻ AI സഹായിക്കുന്നു. നമ്മൾ ChatGPT, ജെമിനി പോലുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ അതിനായിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റിയെ അല്ലെങ്കിൽ ഐഡിയാസിനെ നമ്മൾ പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ തന്നെ അവർ അതിനനുസരിച്ചുള്ളത് നമുക്ക് തിരിച്ചു തരും അല്ലെ? അപ്പൊ നമ്മളുടെ ഐഡിയാസിനെ നമ്മളുടെ ഉള്ളിൽ തന്നെ വെക്കാതെ നമ്മുടെ ക്ലാസ് റൂമിലേക്കും കൂടി നമ്മൾ പകർന്നു കൊടുക്കണം, അല്ലെങ്കിൽ കുട്ടികളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. നമ്മുടെ ഉള്ളിൽ കുറെ ഐഡിയാസ് ഉണ്ട്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിരിക്കരുത്. AI കൊണ്ട് നമ്മളുടെ മനസ്സിലെ ഏത് ഐഡിയാസ് വേണമെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ക്ലാസ് റൂമിലേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഏതിലൂടെ? AI-യിലൂടെ. അതുപോലെ തന്നെയാണ് നമ്മൾ സയൻസ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് എക്സ്പെരിമെന്റ്സ് എല്ലാം കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതുണ്ട് അല്ലെ? ഈ എക്സ്പെരിമെന്റ്സ് എല്ലാം കുട്ടികളെ കാണിച്ച് പഠിപ്പിക്കുമ്പോഴാണ് അവർ പെട്ടെന്ന് അത് മനസ്സിലാക്കുന്നത്. നമ്മൾ ക്ലാസ് റൂമിൽ തന്നെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് കുട്ടികളെ അത് കാണിച്ചു കൊടുത്തൊക്കെ പഠിപ്പിക്കാറുണ്ട്. അത് കുറച്ചും കൂടി നല്ല രീതിയിൽ എങ്ങനെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഏത് രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴാണ് കുട്ടികളത് പെട്ടെന്ന് മനസ്സിലാക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഐഡിയാസ് വരെ AI നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഫുൾ മെത്തേഡ്സ് ഉൾപ്പെടുത്തി AI നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ ലെസൺ പ്ലാനുകളെല്ലാം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് AI സഹായിക്കുന്നു. കൂടാതെ പഠിപ്പിക്കേണ്ട പാഠഭാഗത്തിന്റെ പേര് നൽകിയാൽ അതിന് അനുയോജ്യമായ ആമുഖം, പ്രവർത്തനങ്ങൾ, മൂല്യനിർണയ രീതികൾ എന്നിവ AI തയ്യാറാക്കി നൽകും. നമ്മൾ ചുമ്മാ ഒരു ചാപ്റ്ററിന്റെ പേരങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും അങ്ങനെയൊന്നും കിട്ടത്തില്ല. നമുക്കും അതിൻ്റെതായ ഒരു അറിവ് വേണം. ഏത് രീതിയിൽ AI യൂസ് ചെയ്യണം, ഏത് രീതിയിൽ ഒരു പ്രോംപ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഏത് ആക്ടിവിറ്റിയാണ് കൊടുക്കുന്നത് അല്ലെ? നമുക്ക് പല തരത്തിലുള്ള ആക്ടിവിറ്റി കൊടുക്കാനുണ്ടായിരിക്കും കുട്ടികൾക്ക്. ഇപ്പോൾ എക്സ്പെരിമെന്റിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അതിനൊക്കെ ഏത് രീതിയിൽ AI നമ്മൾ യൂസ് ചെയ്യണം നമ്മൾ അറിഞ്ഞിരിക്കണം ആദ്യം. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ പൊട്ടത്തരം ചിലപ്പോൾ ആയി പോകാനുള്ള സാധ്യതയുണ്ട്. കുട്ടികളെയും തെറ്റു പഠിപ്പിക്കേണ്ട അവസരമുണ്ട്. AI എന്ന് പറയുന്നത് എല്ലാം തരുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിക്കരുത്. നമ്മളും ശരിയായ രീതിയിൽ ഒരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ യൂസ് ചെയ്യുമ്പോഴാണ് ആ AI നമുക്ക് ശരിയായ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തിരിച്ചു തരുന്നത്. അപ്പോൾ ലെസൺ പ്ലാനുകൾ തയ്യാറാക്കാൻ, അതുപോലെ തന്നെ പഠിപ്പിക്കേണ്ട പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും അനുയോജ്യമായ മൂല്യനിർണയ രീതികൾക്കുമൊക്കെ AI വളരെയധികം ടീച്ചേഴ്സിനെ സഹായിക്കുന്നുണ്ട്.
കൂടാതെ പഠന സാമഗ്രികൾ തയ്യാറാക്കാൻ, അല്ലെ, കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്, അല്ലെ, ഇതെല്ലാം AI ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. ക്ലാസ് എടുക്കാൻ ആവശ്യമായ കുറിപ്പുകൾ, പവർ പോയിന്റ് പ്രസന്റേഷൻ, നിർമ്മിക്കാൻ ആവശ്യമായ വിവരങ്ങൾ എന്നിവയെല്ലാം AI തയ്യാറാക്കാം. വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള വർക്ക്ഷീറ്റുകൾ, ക്വിസുകൾ എന്നിവ തയ്യാറാക്കാൻ AI ഉപയോഗിക്കാം, അല്ലെ. എങ്ങനെ ആകർഷകമായ രീതിയിൽ ക്ലാസ് എടുക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എങ്ങനെ പുതിയ രീതിയിൽ ക്ലാസ് എടുക്കാം, പുതിയ മെത്തേഡ്സ് യൂസ് ചെയ്യാം, നമ്മുടെ ബുദ്ധിയിൽ നമ്മളുടെ മെമ്മറി കുറച്ച് പ്രവർത്തിക്കണം, അല്ലെ. അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ഈ ടോപ്പിക് എങ്ങനെ പഠിപ്പിക്കാം, ഈ രീതിയിൽ പഠിപ്പിച്ചാലോ നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് ആ രീതിയിൽ നമ്മൾ AI യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് AI അതിനനുസരിച്ചുള്ള റിസൾട്ട് തരും. നമ്മൾ അത് ക്ലാസ്സിൽ കൊണ്ടുപോയി കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കും. കുട്ടികൾ അത് വളരെ ആകർഷകമായ രീതിയിലുള്ള ഒരു ക്ലാസ് ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കും, നല്ല രീതിയിൽ മനസ്സിലാക്കും. അവരുടെ ആ ഒരു അനുഭവം തന്നെ വേറെ ലെവലായിരിക്കും. അപ്പോൾ AI ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നതാണ് വ്യക്തിഗത പഠനം, അല്ലെ. ക്ലാസ്സിലെ ഓരോ വിദ്യാർത്ഥിയുടെയും പഠന നിലവാരം വ്യത്യസ്തമായിരിക്കും. പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ലളിതമായ രീതിയിലും മിടുക്കരായ കുട്ടികൾക്ക് കൂടുതൽ ആഴത്തിലുമുള്ളതുമായ ചോദ്യങ്ങളും പഠന സാമഗ്രികളും AI ഉപയോഗിച്ച് പെട്ടെന്ന് രൂപകൽപ്പന ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരു ക്ലാസ്സിൽ പല രീതിയിലുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും, അല്ലെ. ആ കുട്ടികളോട് എല്ലാവരോടും നമ്മൾ ഒരേ രീതിയിലല്ല ഇടപഴകുന്നത്, അല്ലെ. ഓരോരുത്തരോടും ഓരോ രീതിയിൽ അവരവരുടെ സ്കില്ലിനനുസരിച്ചായിരിക്കും നമ്മൾ അവരോട് ഇടപഴകുന്നത്, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നത്, അല്ലെ. ഓരോ കുട്ടിയെയും ടീച്ചർ ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഓരോ കുട്ടിക്കും ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റിക്കും ആവശ്യമായിട്ടുള്ള ലേണിംഗ് മെറ്റീരിയൽസ് ഉൾപ്പെടെ തയ്യാറാക്കാനുള്ള ഒരു സഹായിയാണ് AI എന്ന് പറയുന്നത്. കൂടാതെ വ്യക്തിഗത പഠനം എന്ന് പറയുന്നത് കുട്ടികളിൽ മാത്രമല്ല, ടീച്ചേഴ്സായ നമ്മളും പഠിക്കുകയാണ് AI, അല്ലെ. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ് ഈ ഒരു AI എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ. അപ്പോൾ ഒരുപാട് അവസരങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഒരു ടീച്ചറിന് AI മൂലം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ഭാഷാപരമായ സഹായം, നിങ്ങളൊരു അധ്യാപികയായതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു അധ്യാപകനായതുകൊണ്ട്, അല്ലെ, മലയാള സാഹിത്യ കൃതികളോ അല്ലെങ്കിൽ വ്യാകരണത്തെയൊക്കെ കുറിച്ചിട്ടുള്ള ലളിതമായ കുറിപ്പുകൾ തയ്യാറാക്കാൻ, ആശയങ്ങളെല്ലാം കുട്ടികളിലേക്ക് എത്തിക്കാൻ, അല്ലെ, ശരിയായ രീതിയിൽ ആ പ്രവർത്തനങ്ങളെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് AI ടൂളുകൾ സഹായിക്കുന്നുണ്ട്. അത് മലയാളം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് വെച്ച് മാത്രമല്ല. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ലാംഗ്വേജ് മലയാളം പറഞ്ഞതാണ്. ഏത് ലാംഗ്വേജ് ആണെങ്കിലും നമുക്ക് ആ ലാംഗ്വേജ് ബേസ് ചെയ്ത് കുട്ടികളെ ഏത് രീതിയിൽ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതിന് AI സഹായിക്കുന്നുണ്ട്. കൂടാതെ സമയം ലാഭിക്കാൻ, അല്ലെ, സമയം ലാഭിക്കൽ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു ലെസൺ പ്ലാൻ തയ്യാറാക്കണമെങ്കിൽ എത്ര സമയം എടുക്കും, അല്ലെ. ഒരുപാട് സമയം എടുത്തായിരിക്കും നമ്മളൊരു ലെസൺ പ്ലാൻ തയ്യാറാക്കുന്നത്. പക്ഷെ AI ഉണ്ടെങ്കിൽ മിനിറ്റുകൾക്കകം നമുക്കത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഉത്തര പേപ്പറുകൾ തിരുത്തുന്നതിനും റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനും വിദ്യാർത്ഥികളുടെ ഹാജർ പട്ടിക കൈകാര്യം ചെയ്യുന്നതിനും AI അധിഷ്ഠിത ടൂളുകൾ ഉപയോഗിക്കുന്നത് അധ്യാപകർക്ക് വലിയൊരു ആശ്വാസമാണ്. അതുപോലെ തന്നെ സമയം ലാഭിക്കൽ, അല്ലെ. ഉത്തര പേപ്പറുകൾ തിരുത്തുന്നതിനും റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനും വിദ്യാർത്ഥികളുടെ ഹാജർ പട്ടിക കൈകാര്യം ചെയ്യുന്നതിനും AI അധിഷ്ഠിത ടൂളുകൾ ഉപയോഗിക്കുന്നത് അധ്യാപകർക്ക് വലിയൊരു ആശ്വാസമാണ്, അല്ലെ. നമ്മളൊരു ലെസൺ പ്ലാൻ തയ്യാറാക്കാൻ എത്രത്തോളം സമയം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ, ഹാജർ പട്ടിക കൈകാര്യം ചെയ്യാനൊക്കെ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഉത്തര പേപ്പറുകൾ തിരുത്താൻ, അല്ലെ. അപ്പോ ശരിയായ രീതിയിൽ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ പോലും നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ എന്തോരും, അല്ലെ. നമ്മളും എല്ലാം അറിയുന്ന ആളുകളൊന്നും അല്ലായിരിക്കും. ചെറിയ ചെറിയ ഡൗട്ട്സ് ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന്റെ ആൻസർ ഇത് തന്നെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, നമുക്ക് സംശയം ഉണ്ടായിരിക്കും. അതൊന്ന് ക്ലിയർ ചെയ്യാൻ നമ്മൾ എന്തോരു സമയമായിരിക്കും എടുക്കുന്നത്. പക്ഷെ ഈ AI ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ചോദ്യ പേപ്പറിന്റെ എല്ലാ തരത്തിലുള്ള ഡൗട്ട്സും മനസ്സിലാക്കി എടുക്കാനും, അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനും ഹാജർ പട്ടിക കൈകാര്യം ചെയ്യുന്നതിനും ഉത്തര പേപ്പറുകൾ തിരുത്തുന്നതിനും ഒക്കെ AI സഹായിക്കുന്നുണ്ട്. അപ്പൊ ടൈം എന്ന് പറയുന്നത്, അല്ലെ, ടൈം മാനേജ്മെന്റിന് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആണ് AI എന്ന് പറയുന്നത്. അപ്പൊ ഒരു ടീച്ചർ എന്തിനാണ് AI പഠിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ? എല്ലാവരും AI പഠിച്ചിരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ AI അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകരുത്. AI കുറിച്ചിട്ട്, AI എന്ന് പറയുന്നത് എന്താണ് എന്നതിനെ കുറിച്ചിട്ടും അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ എല്ലാ ടീച്ചേഴ്സിനും ഉണ്ടായിരിക്കണം. എന്നാലാണ് നമുക്ക് കുട്ടികളെ നല്ല രീതിയിൽ, പുതിയ രീതിയിൽ പഠിപ്പിക്കാനായിട്ട്, പുതിയ മെത്തേഡ്സ് യൂസ് ചെയ്ത് പുതിയൊരു
ക്ലാസ് റൂം അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആകർഷകമായ ഒരു പഠനം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും എയെ കുറിച്ച് അറിഞ്ഞു വെക്കുക. നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ നമ്മുടെ ഉള്ളിൽ തന്നെ വെക്കാതെ പുറത്തേക്ക് കൊണ്ടുവരിക. കുട്ടികൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ കൊടുക്കുക. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ AI പഠിച്ചത് കൊണ്ട് ടീച്ചേഴ്സിന് എന്താണ് ബെനിഫിറ്റ് എന്നാണ് നോക്കിയത്. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ AI ഫോർ ടീച്ചേഴ്സ് എന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 9544455225 എന്ന നമ്പറിലേക്ക് വിളിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക്